ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു ബീട്രൂട്ട് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീട്രൂട്ട്, മൈദ ഇതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. നമുക്കെന്നാ വീഡിയോയിലോട്ട് പോയാലോ ഗൈസ്, വരൂ. അപ്പോൾ ഇതാ ബീട്രൂട്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബീട്രൂട്ട് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് വാട്ടണം. പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്, പഞ്ചസാര പൊടിച്ചിട്ടുണ്ട്, കുറച്ച് കശുവണ്ടി മൈദേൻ്റെ പൊടിയിലാക്കി വെച്ചിട്ടുണ്ട്, മൈദ എടുത്തിട്ടുണ്ട്, ബേക്കിംഗ് സോഡ, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് അരിച്ചെടുത്തതാണ്. സൺഫ്ലവർ ഓയിലുണ്ട്. പിന്നെ നമുക്ക് പഞ്ചസാര കാരമൽ ചെയ്തിട്ട് കുറച്ചെടുത്തിട്ടുണ്ട്. ബീട്രൂട്ടിനെ ഒന്ന് അതിൻ്റെ അകത്ത് ഇടണം തണിഞ്ഞതിൻ്റെ ശേഷം. അപ്പോൾ ബീട്രൂട്ടൊന്ന് വാട്ടിയെടുക്കട്ടെ. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച ബീട്രൂട്ട് ഉണ്ടല്ലോ, അതിനെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം. നെയ്യിലൊന്ന് വാട്ടിയെടുക്കുക. വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ പഞ്ചസാര കാരമൽ ചെയ്തില്ലേ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. തണിഞ്ഞതിൻ്റെ ശേഷം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കൂടി ആക്കാം. ഒന്ന് വാടി വരട്ടെ. അപ്പോൾ ഈ പഞ്ചസാര പൊടിച്ചതിൻ്റെ അകത്ത് മുട്ട ഉടച്ചിട്ട് നമുക്കത് അടിച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ മുട്ട ഇതിലേക്ക് ഉടച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടിച്ചെടുത്ത് കൊണ്ടുവരാം. 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വേഗം ഇത് അടിച്ചെടുത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ ഇത് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കട്ടെ. ഇനി നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതും കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി, ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല. നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു കണക്കുണ്ടാവില്ലേ, അപ്പോൾ ആ കണക്കിനനുസരിച്ച് നമ്മൾ ഒഴിച്ച് കൊടുത്തോളൂ. അതാ അത്രയേ ഉണ്ട്. അപ്പോൾ ഇതും കൂടി അടിച്ചെടുത്ത് കൊണ്ടുവരും. അപ്പോൾ ഇനി നമുക്ക് ഈ അടിച്ചത് ഈ പൊടിയിലേക്ക് ഒഴിച്ചിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കണം. അപ്പം ഞാനിത് മിക്സാക്കട്ടെ. പൊടി അടിപൊളിയായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ എടുത്ത് വെച്ച ബീട്രൂട്ട് ഉണ്ടല്ലോ, അതിനെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. എൻ്റെ കൂട്ടൊക്കെ കണ്ടീഷനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് ഒഴിച്ച് കൊടുക്കാം. ഇതാ പഞ്ചസാര കാരമൽ ചെയ്തതിൽ ബീട്രൂട്ട് തണിഞ്ഞാൽ ഞാൻ ആക്കി കൊടുത്തതാണ്. അടിപൊളിയായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു. എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബീട്രൂട്ടെല്ലാം ആക്കി ഞാൻ നല്ല മിക്സാക്കി കൊണ്ടുവന്നിട്ട് ഇനി നമ്മൾ ഇവിടെ കശുവണ്ടി മൈദപ്പൊടിയിലിട്ട് വെച്ചിട്ടില്ലേ, അപ്പോൾ അതും കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് അടിയിലോട്ട് പോയി നിൽക്കില്ല. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തേക്കാം. എന്നിട്ട് നമുക്ക് നമ്മളെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ,
അപ്പം ഞാനിതാ നമ്മളെ ബാറ്ററി ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ബാറ്ററി ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് തട്ടി കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് കശുവണ്ടി നിരത്തി വെച്ച് കൊടുക്കാം. അതും കൂടി ആയാലായി നമ്മളെ പരിപാടി. ഇതാ, അപ്പോൾ ഇനി ഞാൻ അടുപ്പത്ത് വെക്കാം. ഇതാ ഗൈസ്, ബീട്രൂട്ട് കേക്ക് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതായിട്ടാകുമ്പോൾ നമുക്ക് കാണാൻ അടച്ച് വെക്കട്ടെ. അപ്പോൾ ഗൈസ്, നമ്മളെ കേക്ക് നോക്കാം. അടിപൊളിയായിട്ടായിട്ടുണ്ട്. അപ്പം ഞാൻ വാങ്ങട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. ഇതാ എൻ്റെ ബീട്രൂട്ട് കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണിഞ്ഞാൽ മാത്രമേ മുട്ടാൻ പറ്റൂ. എന്നിട്ട് ഞാൻ പ്ലേറ്റിലാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, എൻ്റെ ബീട്രൂട്ട് കേക്ക് ഇതാ ഇവിടെ തണിഞ്ഞിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. ഇതാ നല്ല കണ്ടീഷനായിട്ട് കണ്ട, ഒന്നടിക്കൊന്നും പിടിച്ചിട്ടില്ല, നല്ല ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ തിരിച്ചിടട്ടെ. ഇതാ കണ്ടല്ലോ, കറണ്ടില്ല ഗൈസ്, അതാണ് നിങ്ങൾക്ക് ശരിക്ക് കാണാത്തത്. ഇതാ കറണ്ടില്ല. അപ്പം നല്ല അടിപൊളിയായിട്ട് കേക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ട, നല്ല സൂപ്പർ കേക്കല്ലേ. അപ്പം നമ്മളെ ബീട്രൂട്ട് കേക്ക് ഇതാ ഇവിടെ റെഡിയായി. ഇനി ഞാനത് മുറിച്ചിട്ട് കാണിച്ചു തരാം. നമ്മളെ കേക്ക് ഇതാ ഞാൻ മുറിക്കുന്നുണ്ട്. മുറിച്ചു. ഒരു കഷ്ണം ഇവിടുന്നും കൂടി മുറിച്ചേക്കാം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മളെ കേക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് കാണണമല്ലോ. ഇതാ കണ്ട, സൂപ്പർ കേക്കല്ലേ ഗൈസ്. ഇതാ നല്ല സോഫ്റ്റ് കേക്കാണ് കണ്ട. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. സൂപ്പർ ബീട്രൂട്ട് കേക്കാണ് കണ്ട. ബീട്രൂട്ട് വെച്ചിട്ടുണ്ടാക്കിയ കേക്കാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് കമൻ്റ് ഇടണം. സ്കിപ്പ് ചെയ്യാതെ കാണണം. സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ് ഇടുക. കറണ്ട് വന്നു. ഇപ്പോൾ നല്ല വൃത്തിയിൽ കാണുന്നില്ലേ. അപ്പോൾ ഇത്രയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഓക്കേ, താങ്ക് യു, ബൈ.